ഒരു ദിവസം ജമ്പൻ സിംഹം പുഴയിൽ കാലുതെറ്റി വീണു. ഒഴുക്കിൽപ്പെട്ട് കരയിൽ കയറാനാകാതെ ജമ്പൻ ആകെ വിഷമിച്ചു. അപ്പോഴാണ് ലാലു കഴുത ആ വഴി വന്നത്. ലാലു വേഗം തന്നെ ഒരു കാട്ടുവള്ളിയെടുത്ത് ജമ്പൻ എറിഞ്ഞു കൊടുത്ത് ജമ്പനെ രക്ഷിച്ചു. "നീ എൻ്റെ ജീവൻ രക്ഷിച്ചു, ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല," ജമ്പൻ ലാലുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലാലുവിന് വലിയ ഗമയായി. കാട്ടിലെ രാജാവായ എല്ലാവരും പേടിക്കുന്ന ഗൗരവക്കാരനായ ജമ്പനാണ് പറഞ്ഞത്. ആ സംഭവത്തോടെ ലാലുവിൻ്റെ സ്വഭാവം തന്നെ മാറി. താൻ ജമ്പനെ രക്ഷിച്ചവനാണെന്ന് അവൻ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അതുമാത്രമോ, വഴിയിലെങ്ങാനും ജമ്പനെ കണ്ടാൽ മറ്റുള്ളവർക്കൊക്കെ ലാലു അവനോട് സംസാരിക്കും. എന്നിട്ട് അഹങ്കാരത്തോടെ നടന്നു പോകും. ജമ്പനോട് അധികാരത്തോടെ പൊട്ടിച്ചിരിക്കും, കളിയാക്കും. ജമ്പനാണെങ്കിലോ ഒന്നും മിണ്ടാതെ ചിരിക്കുകയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലാലു കൂട്ടുകാരനായ കോരിക്കഴുതയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, "ആ ജമ്പൻ പഴയതെല്ലാം മറന്ന മട്ടാണ്. അവൻ്റെ ഒരു ബന്ധു ഇന്നെന്നെ പിടിക്കാനായി വന്നു. ജമ്പനെ സഹായിച്ചവനാണ് ഞാനെന്ന വിചാരം പോലുമില്ലാതെ." അത് കേട്ട് കോരി പറഞ്ഞു, "ഒരിക്കലൊരു സിംഹത്തെ സഹായിച്ചതിൻ്റെ പേരിൽ എല്ലാ സിംഹങ്ങളും നിന്റെ കൂട്ടുകാരാണെന്ന് ധരിക്കരുത്. എന്തൊരു വിഡ്ഢിത്തരമാണത്. ജമ്പനോട് പോലും നീ കാണിക്കുന്ന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. അവൻ നല്ലവനായതുകൊണ്ട് നിന്നെ ഉപദ്രവിക്കുന്നില്ല. നീ നിന്റെ സ്വന്തം നില മറന്ന് ആരോടും പെരുമാറരുത്." ലാലുവിന് തൻ്റെ തെറ്റു മനസ്സിലായി.